ഹലോ എക്സാമിനർ ഫാമിലി, +1 അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ എല്ലാ സംശയങ്ങളും തീർക്കാൻ വേണ്ടിയിട്ടാണ് ഷമീം സാർ വന്നിട്ടുള്ളത്. അപ്പോൾ SSLC റിസൾട്ട് വെയിറ്റ് ചെയ്യുന്ന എല്ലാ മക്കൾക്കും എന്ത് ചെയ്യുക, ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ എല്ലാ സംശയങ്ങളും ഈ ഒരു വീഡിയോയിലൂടെ മാക്സിമം ഞാൻ എന്ത് ചെയ്യും, തീർത്ത് തരും. എന്തെങ്കിലും സംശയം ബാക്കിയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, താഴെ കമൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് അലോട്ട്മെൻറ്റ് എന്താണെന്നുള്ളതിനെ തുടങ്ങാം. അലോട്ട്മെൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ ജസ്റ്റ് പാസ്സായി പോകുമായിരുന്നു അല്ലേ. 10ാം ക്ലാസ്സിന് ശേഷം അതേപോലെ +1ലേക്കും അങ്ങനെ അങ്ങ് പാസ്സാക്കി വിട്ടാൽ പോരായിരുന്നു. എന്തിനാണ് ഇങ്ങനെ അലോട്ട്മെൻറ്റ് പ്രോസസ്സ്, എന്തിനാണ് ഇങ്ങനെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ്, ട്രയൽ അലോട്ട്മെൻറ്റ്, ഇങ്ങനെ പരിപാടി എന്തിനാണെന്ന് ചിന്തിക്കുന്നവർക്കുള്ള ഒരു സിമ്പിളായിട്ടുള്ള ഒരു ആൻസറാണ്. നമ്മളുടെ എല്ലാവരുടെയും ആഗ്രഹങ്ങൾ ഡിഫറൻ്റ് ആയിരിക്കും അല്ലേ. ചിലർക്ക് ഡോക്ടർ ആവണമെന്നായിരിക്കാം, ചിലർക്ക് എഞ്ചിനീയർ ആവണമെന്നായിരിക്കാം, ചിലർക്ക് കളക്ടർ ആവണമെന്നായിരിക്കാം അല്ലേ. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ കോഴ്സ് സെലക്ട് ചെയ്യണം. എല്ലാവരും എല്ലാ കാര്യങ്ങളും പഠിക്കണം എന്നില്ല അല്ലേ. എല്ലാ കാര്യങ്ങളും ഒരാൾക്ക് ഒരിക്കലും പഠിക്കാനും കഴിയില്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ ലക്ഷ്യത്തിനനുസരിച്ച്, നമ്മുടെ ജോലി എന്താണോ, നമ്മുടെ എയിം എന്താണോ, അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, സബ്ജക്റ്റ് സെലക്ട് ചെയ്യണം. അപ്പോൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം, കോഴ്സ് ഡിഫറൻ്റ് ആയിരിക്കും അല്ലേ. അപ്പോൾ +1 എന്താ പറയുക, ഡോക്ടർ ആവണമെന്ന് ആഗ്രഹമുള്ള മക്കളാണെങ്കിൽ തീർച്ചയായിട്ടും സയൻസ് ചൂസ് ചെയ്യണം. അപ്പോൾ ആ ഒരു ഡീവിയേഷൻ വരുന്നത് 10ാം ക്ലാസ്സിന് ശേഷമാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു എന്താ പറയുക, ഒരു അലോട്ട്മെൻറ്റ് പ്രോസസ്സൊക്കെ നമ്മുടെ മുമ്പിലേക്ക് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് +1ലേക്ക് എത്തണമെങ്കിൽ തീർച്ചയായിട്ടും SWS എന്ന ഒരു സംവിധാനമുണ്ട്, സിംഗിൾ വിൻഡോ സിസ്റ്റം. അതുവഴി അപേക്ഷിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, +1 നമ്മുടെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളാണെങ്കിലും സാധാ ഹയർ സെക്കൻഡറി സ്കൂളിലേക്കൊക്കെ അഡ്മിഷൻ നേടാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ കൂടുതലായിട്ട് പറയുന്നത്. പോളിടെക്നിക്കും കാര്യങ്ങളും മറ്റു കോഴ്സുകളൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് പറയാം. ഇപ്പോൾ നമ്മൾ 2 കോഴ്സ്, അതായത് സാധാ +1 +2, അതായത് കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ്, സയൻസ്, അതുപോലെ തന്നെ വൊക്കേഷണൽ കോഴ്സുകൾ അതെന്തൊക്കെയാണെന്നും പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇനി നിങ്ങൾക്ക് അറിയേണ്ടത് ഡേറ്റ് എന്നാണ് ഈ അലോട്ട്മെൻറ്റ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത്. അലോട്ട്മെൻറ്റ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ആദ്യം എന്ത് വരണം, SSLCൻ്റെ റിസൾട്ട് വരണ്ടേ. യെസ്, SSLC റിസൾട്ട് എന്നാ വരിക. ഓൾറെഡി നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പറഞ്ഞു, പത്രസമ്മേളനമൊക്കെ വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്, മെയ് 9 അല്ലേ. മെയ് 9 നമ്മുടെ റിസൾട്ട് വരുമെന്നാണ് പറയുന്നത്. മിക്കവാറും മെയ് 8 തന്നെ വരും. ഓക്കെ, ഒരു ദിവസം മുൻപ് വരും. എന്തായാലും മെയ് 10 ഒന്നും എന്തായാലും ആവില്ല. ഒന്നുകിൽ 9 അല്ലെങ്കിൽ 8, മിക്കവാറും 8 തന്നെ ആയിരിക്കും. അപ്പോൾ ഈ റിസൾട്ട് വന്നാൽ ഉടൻ തന്നെ, അതായത് ഒരു മെയ് 15 മുൻപായിട്ട് തന്നെ നമ്മുടെ അലോട്ട്മെൻറ്റ് പ്രോസസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യും. എങ്ങനെയാണ് അപേക്ഷിക്കുക, അതിൻ്റെ വെബ്സൈറ്റ് ഏതാ? യെസ്, പറഞ്ഞുതരാം. ഞാൻ പറഞ്ഞു 2 ടൈപ്പ് കാര്യങ്ങളല്ലേ, അതായത് സാധാ +1 +2 പിന്നെ വൊക്കേഷണൽ അല്ലേ. അപ്പോൾ രണ്ടിനും 2 സൈറ്റാണ്. അപ്പോൾ സാധാ +1 +2 ആണെങ്കിൽ നമുക്ക് ഈ ഒരു സൈറ്റിലൂടെയാണ്, അതായത് hscap.kerala.gov.in എന്ന് പറയുന്ന ഈ സൈറ്റിലൂടെയാണ് നമ്മൾ അപേക്ഷിക്കേണ്ടത്. ഇവിടെ ഇപ്പോൾ ഒരു ഇൻ്റർഫേസും വന്നിട്ടില്ല, ഒരു നോട്ടിഫിക്കേഷനും വന്നിട്ടില്ല. റിസൾട്ട് വന്നാലേ ഇവിടെയൊക്കെ എന്തെങ്കിലുമൊക്കെ അനക്കുണ്ടാവുള്ളൂ. ക്രിയേറ്റ് കാൻഡിഡേറ്റ് ലോഗിൻ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ലോഗിൻ ID ക്രിയേറ്റ് ചെയ്യണം. അതിന് മൊബൈൽ നമ്പർ, അതുപോലെ തന്നെ ആധാർ കാർഡ് നമ്പർ ഒക്കെ വേണം. അതൊക്കെ നമുക്ക് ആ ഒരു ഈ ഒരു വെബ്സൈറ്റിൽ എന്തെങ്കിലും അപ്ഡേറ്റ് വരുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം. പിന്നെ വൊക്കേഷണൽ കോഴ്സുകൾ, അതായത് വൊക്കേഷണൽ കോഴ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പലർക്കും അറിയുന്നുണ്ടാവില്ല. സാധാ +1 എന്ന് പറയുമ്പോൾ നമുക്ക് സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ്, ഇത് 3 ആയിരിക്കും വരിക അല്ലേ. അതല്ലാതെ ഒരുപാട് കോഴ്സുകളുണ്ട്. 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കോഴ്സുകളുണ്ട്. ഇത്രയും കോഴ്സുകൾ നമ്മുടെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ ലഭ്യമാണ്. അതിലിപ്പോൾ ഞാൻ പെട്ടെന്ന് പറയുകയാണെങ്കിൽ ഡയറി ഫാമർ, അതുപോലെ തന്നെ ബ്യൂട്ടി തെറാപ്പിസ്റ്റ്, അതുപോലെ സോളാർ LED ടെക്നീഷ്യൻ, പിന്നെ പ്ലംബർ അല്ലേ, അതുപോലെ ഒപ്റ്റിക്കൽ ഫൈബർ ടെക്നീഷ്യൻ, ജൂനിയർ സോഫ്റ്റ്വെയർ ഡെവലപ്പർ, ഗ്രാഫിക് ഡിസൈനർ, ഫാബ്രിക് ചെക്കർ, അങ്ങനെ ഒരുപാട് 4 വീലർ സർവീസ് ടെക്നീഷ്യൻ, പവർ ടില്ലർ ഓപ്പറേറ്റർ, ഇങ്ങനെ ഒട്ടനവധി തൊഴിലധിഷ്ഠിത കോഴ്സുകളാണ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളുള്ളത്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഈ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ എവിടെയുള്ളത്. നിങ്ങൾ പേരൊന്ന് ജസ്റ്റ് നോക്കിയാൽ മതി, GVHSS എന്നൊക്കെ ഉണ്ടാവും. GVHSS, ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ. അങ്ങനെയുള്ള സ്കൂളുകൾ നിങ്ങൾക്ക് പരിസരത്തുണ്ടെങ്കിൽ അവിടെ ഇത്തരം കോഴ്സുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആവും. എല്ലാ കോഴ്സൊന്നും എല്ലാ സ്കൂളിലും ഉണ്ടാവില്ല. അതൊക്കെ കൃത്യമായിട്ട് നമുക്ക് ഈ ഒരു സൈറ്റിലൂടെ നമുക്ക് ഏതൊക്കെ സ്കൂളിലാണ് ഏതൊക്കെ കോഴ്സാണുള്ളത് എന്നൊക്കെ കൃത്യമായിട്ട് നമുക്ക് ഈ ഒരു സൈറ്റിലൂടെ അറിയാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെയാണ് നമ്മുടെ സാധാ +1 +2 അല്ലേ. സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് എന്ന് പറയുമ്പോൾ 3 സബ്ജക്റ്റ് മാത്രമല്ല, അതിന് കൂടാതെ ഒരുപാട് കോമ്പിനേഷൻസ് ഒക്കെ വരുന്നുണ്ട്. അതിൻ്റെ കംപ്ലീറ്റ് കോഴ്സ് ലിസ്റ്റും ഇവിടെയും കിട്ടും. ഇത്രയും കോഴ്സുകൾ നമുക്ക് +1 +2 സാധാ +1 +2ലും നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഇതാണ് വെബ്സൈറ്റ്. ഓക്കെ, അപ്പോൾ വെബ്സൈറ്റിൻ്റെ കാര്യം മനസ്സിലായില്ലേ. രണ്ടും ഒന്നല്ല എന്ന് മനസ്സിലാക്കാം. വൊക്കേഷണൽ വേറെ തന്നെ അപേക്ഷിക്കണം, സാധാ +1 +2ലേക്ക് വേറെ തന്നെ 2 അപേക്ഷ പോകേണ്ടി വരും. ഓക്കെ, പിന്നെ എങ്ങനെയാണ് അപേക്ഷിക്കുക എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞു. ആ സൈറ്റിൽ എന്ത് ചെയ്യും, ക്രിയേറ്റ് കാൻഡിഡേറ്റ് ലോഗിൻ എന്ന് പറയുന്ന ഒരു ഇൻ്റർഫേസ് വരും. അതിൽ നമ്മുടെ പേരും രജിസ്റ്റർ നമ്പറും, SSLCയുടെ രജിസ്റ്റർ നമ്പറും, അതുപോലെ തന്നെ നമ്മുടെ ആധാർ നമ്പറൊക്കെ വെച്ചിട്ട് OTP ഒക്കെ അയച്ചിട്ട് വേണം എന്ത് ചെയ്യാൻ. നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാം. ആ മൊബൈൽ നമ്പർ പിന്നീട് നമ്മുടെ കയ്യിൽ നിന്ന് മിസ്സാവാൻ പാടില്ല, വളരെ ക്രൂഷ്യലാണ്. നമുക്ക് ആ മൊബൈൽ നമ്പർ തന്നെ വേണ്ടി വരും.
അപ്പോൾ സ്ഥിരമായിട്ട് നിങ്ങൾ ഉപയോഗിക്കുന്ന ഒരു മൊബൈൽ നമ്പർ തന്നെ കൊടുക്കാം. ഓക്കെ, അത് നിങ്ങൾക്ക് സ്വന്തമായിട്ടും ചെയ്യാം, അക്ഷയ വഴിയും ചെയ്യാം. അത് നമുക്കൊക്കെ എന്ത് ചെയ്യാം, ഈ ഒരു റിസൾട്ട് വന്നതിന് ശേഷം അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള എങ്ങനെയാണ് അലോട്ട്മെൻറ്റ് അപ്ലൈ ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഷമീം സാർ പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, പിന്നെ സ്കൂളുകളും കോഴ്സുകളൊക്കെ സെലക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് 50 ഓപ്ഷൻസ് ഉണ്ടാവും. ഇപ്പോൾ ഈ +1 നമുക്ക് അപേക്ഷിക്കുന്ന സമയത്ത് ഓപ്ഷൻ 1, 2, 3 അങ്ങനെ പോയിട്ട് ഒരു 50 ഓപ്ഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫില്ല് ചെയ്യാൻ വേണ്ടി പറ്റും. 50 സ്കൂളല്ല, 50 ഓപ്ഷനാണ്. ഇപ്പോൾ നമുക്ക് ഒരു സ്കൂള്, ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ GHSS കോഴിക്കോട്. ഓക്കെ, GHSS കോഴിക്കോട്. ഈ സ്കൂളിൽ തന്നെ ചിലപ്പോൾ സയൻസും ഉണ്ടാവും, കൊമേഴ്സും ഉണ്ടാവും, ഹ്യൂമാനിറ്റീസും ഉണ്ടാവും അല്ലേ? ഓക്കെ, അപ്പോൾ എനിക്കിന്ന എന്താ പറയുക, കോഴ്സല്ല, എനിക്ക് സ്കൂളിൽ പഠിക്കണം എന്ന് ആഗ്രഹമുള്ള മക്കളുണ്ടാവും, അങ്ങനെയുള്ളവരുണ്ടാവും. ഇല്ല എനിക്ക് ആ സ്കൂളിൽ പഠിച്ചാൽ മതി, അങ്ങനെയുള്ളവരുണ്ടാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അപ്പോൾ ഒന്നാമത്തെ ഓപ്ഷനായിട്ട് GHSS കോഴിക്കോട് സയൻസ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ, ആദ്യം നമ്മൾ സയൻസ് കൊടുത്തു, അപ്പോൾ രണ്ടാമത് നമ്മൾ എന്ത് ചെയ്യും, വീണ്ടും GHSS ആ കോഴിക്കോട് എന്ന് പറയുന്ന ആ സ്കൂളിൽ നമ്മൾ കൊമേഴ്സ് തന്നെ കൊടുക്കും. ഇപ്പോൾ ആക്ച്വലി ഇവിടെ 2 ഓപ്ഷൻ ഫില്ലായി, പക്ഷേ ഒരു സ്കൂളല്ലേ ആയിട്ടുള്ളൂ. ഓക്കെ, ഇനി അടുത്ത മൂന്നാമത്തെ ഓപ്ഷനായിട്ട് GHSS കോഴിക്കോട് നമ്മൾ ഹ്യൂമാനിറ്റീസ് കൊടുത്തു. അപ്പോൾ ഇവിടെ 3 ഓപ്ഷൻസ് കഴിഞ്ഞു. ഇനി ബാക്കി 47 ഓപ്ഷനേ ഉണ്ടാവുള്ളൂ. അപ്പോൾ 3 ഓപ്ഷന് വേണ്ടിയിട്ട് ആകെ ഒരു സ്കൂളേ പോയിട്ടുള്ളൂ. അപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും 50 സ്കൂളുകൾ നമുക്ക് മാക്സിമം കൊടുക്കാം. ഓരോ സ്കൂളിലും സയൻസ് മാത്രമാണ് കൊടുക്കുന്നത് എങ്കിൽ തീർച്ചയായിട്ടും 50 സ്കൂളിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. അതല്ല നിങ്ങൾ ഒരു സ്കൂളിലെ സയൻസും കൊമേഴ്സും ഹ്യൂമാനിറ്റീസും ഒക്കെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് 50 സ്കൂൾ വരെ പോകാൻ വേണ്ടി പറ്റില്ല. ഓക്കെ, ഇനി നിങ്ങൾക്ക് വേറെ സ്കൂളിൽ ഫുള്ള് നിങ്ങൾ എന്ത് ചെയ്യാൻ പോവാണ്, സയൻസ് മാത്രമേ കൊടുക്കുന്നുള്ളൂ എന്ന് വിചാരിക്കാം. ഓക്കെ, സയൻസ് മാത്രമാണ് നിങ്ങൾ കൊടുക്കുന്നത് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് 50 ഓപ്ഷൻ 50 സ്കൂൾ വരെ കൊടുക്കാൻ പറ്റും. ഇപ്പോൾ ഒന്നാമത്തേൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ GHSS കോഴിക്കോട്, അതുപോലെ GHSS അത്തോളി അല്ലേ, അതുപോലെ GHS ചേവായൂർ അല്ലേ, ഇങ്ങനെ ഓരോന്നിലും എന്ത് ചെയ്യാണ്, സയൻസ് മാത്രമാണ് കൊടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് 50 സ്കൂൾ വരെ കൊടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് വളരെ സൂക്ഷിച്ച് വേണം. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്കൂൾ വേണം ആദ്യം കൊടുക്കാൻ. ഒന്നാമത്തെ ഓപ്ഷനായിട്ട് നിങ്ങൾ നൽകേണ്ടത് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്കൂളിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട കോഴ്സ് വേണം ആദ്യമായിട്ട് കൊടുക്കാൻ. ഓക്കെ, ഇനി അലോട്ട്മെൻ്റ് ഒക്കെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ആദ്യം ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, യെസ്, അലോട്ട്മെൻറ്റ് പ്രോസസ്സ് അടുത്തത് അതാണ് അല്ലേ. അലോട്ട്മെൻറ്റ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഫസ്റ്റ് വരുന്നത് ഒരു ട്രയൽ അലോട്ട്മെൻ്റ് ആയിരിക്കും. ഓക്കെ, ഒരു ട്രയൽ അലോട്ട്മെൻ്റ് ആയിരിക്കും. ട്രയൽ അലോട്ട്മെൻ്റ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താ, അതിൽ അഡ്മിഷൻ ഒന്നും കിട്ടുന്നില്ല. നമ്മൾ അപ്ലൈ ചെയ്തതിൽ നമ്മൾ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ വരുത്തിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ തിരുത്താൻ പറ്റുന്ന ഒരു എഡിറ്റിംഗ് ടൈമാണെന്ത് ഈ ട്രയൽ അലോട്ട്മെൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ എന്തെങ്കിലും തെറ്റ് വരുത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എഡിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഈ ട്രയൽ അലോട്ട്മെൻറ്റിൽ ചിലപ്പോൾ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടി എന്ന് പറയാം, അല്ലെങ്കിൽ സോറി യു ഹാവ് നോ അലോട്ട്മെൻറ്റ് എന്നൊക്കെ വേണ്ടിയിട്ട് അതൊക്കെ പറയാം. പക്ഷേ ആ അലോട്ട്മെൻറ്റ് കിട്ടിയാലും ഇല്ലെങ്കിൽ നമുക്ക് അഡ്മിഷൻ ഒന്നും എടുക്കാൻ വേണ്ടി പറ്റില്ല. പക്ഷേ ഈ നമ്മുടെ അപേക്ഷയിൽ എന്തെങ്കിലും കൊടുത്തതിൽ എന്തെങ്കിലും പാളിച്ച പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടില്ല എന്നുള്ള ഒരു നോട്ടീസ് വരും. ഓക്കെ, അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ആ കോമ്പിനേഷനിലൊക്കെ മാറ്റം വരുത്താൻ വേണ്ടി പറ്റും. അപ്പോൾ ഞാൻ ഈ സ്കൂളിൽ കൊടുത്തത് കൊണ്ടാണ് എനിക്ക് അഡ്മിഷൻ കിട്ടാഞ്ഞത്, ഞാൻ ഈ കോഴ്സ് കൊടുത്തുകൊണ്ടാണ് എനിക്ക് അഡ്മിഷൻ കിട്ടാത്തത്, ആ ഈ കംപ്ലീറ്റ് ഇൻഡെക്സ് മാർക്കൊക്കെ നമുക്ക് ആ ട്രയൽ അലോട്ട്മെൻറ്റിൽ അറിയാൻ വേണ്ടി പറ്റും. അപ്പോൾ അതൊന്ന് അറേഞ്ച് ചെയ്താൽ, ഒന്ന് റീഅറേഞ്ച് ചെയ്താൽ ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ഒന്നാമത്തെ അലോട്ട്മെൻറ്റിൽ തന്നെ ഈ ട്രയൽ അലോട്ട്മെൻറ്റ് കഴിഞ്ഞാൽ പിന്നെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരും. ഓക്കെ, ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരും. ഈ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സീറ്റ് ഉറപ്പിക്കാൻ വേണ്ടി പറ്റും. നമ്മൾ ഈ സ്കൂളുകൾ ഫില്ല് ചെയ്യുന്ന കാര്യം വളരെയധികം ശ്രദ്ധിക്കണം. അതിൽ അപാകത വരുമ്പോഴാണ് എന്ത് ചെയ്യുക, ഈ ഒരു അലോട്ട്മെൻറ്റ് കിട്ടിയില്ല എന്നുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ വരിക. ഓക്കെ, ഞാനൊക്കെ നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. ചില കുട്ടികൾ എന്ത് ചെയ്യും, എന്താ പറയുക, ജില്ലയിലുള്ള എല്ലാ സ്കൂളുകളും കൂടി കൊടുക്കും. എന്നിട്ട് തീർച്ചയായിട്ടും അവർക്ക് ഒരുപാട് കിലോമീറ്റേഴ്സ് ദൂരമുള്ള സ്കൂളിലായിരിക്കും അഡ്മിഷൻ കിട്ടുക. അപ്പോൾ ആ അഡ്മിഷൻ കിട്ടുന്ന സമയത്ത് അവർക്ക് പോകാൻ വേണ്ടി കഴിയില്ല. അപ്പോൾ നമ്മളെ കൊണ്ട് പറ്റുന്ന സ്കൂൾ മാത്രം കൊടുക്കുക. 50 ഓപ്ഷൻ ഉണ്ടെന്ന് കരുതി 50 ഫില്ല് ചെയ്യണ്ട. നിങ്ങൾക്കിപ്പോൾ +1 ആ സ്കൂൾ കിട്ടിയാൽ എനിക്ക് പോകാൻ പറ്റും, ഒരു അരമണിക്കൂർ 3/4 മണിക്കൂർ ട്രാവലേ ഉള്ളൂ, അങ്ങനെയൊക്കെ ആണെങ്കിൽ അതിന് ഓക്കെ, പ്രശ്നമില്ല. 2 മണിക്കൂറൊക്കെ ട്രാവൽ ചെയ്തിട്ട് വേണം ആ സ്കൂളിൽ എത്തണമെന്ന് ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യരുത്, ആ സ്കൂളുകൾ കൊടുക്കരുത്. പിന്നെ ഒരേപോലെയുള്ള സ്ഥലപ്പേരുകളൊക്കെയുള്ള സ്കൂളുകളൊക്കെ ഉണ്ടാവും, ചെറിയ മാറ്റം ഉണ്ടാവുള്ളൂ. അതൊന്നും നിങ്ങൾ എന്ത് ചെയ്യരുത്, വളരെ ശ്രദ്ധിച്ചിട്ട് വേണം. നിങ്ങൾക്ക് ആ സ്കൂൾ അറിയുന്നുണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾ ആ സ്കൂൾ ഓപ്റ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയാൽ നിങ്ങൾ എന്ത് ചെയ്യണം, തീർച്ചയായിട്ടും നിങ്ങൾ സ്കൂളിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കണം.
നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്കൂളല്ല. നിങ്ങളിപ്പോൾ 6 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്, 6 ഓപ്ഷൻ കൊടുത്തു. നിങ്ങൾക്ക് ഈ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കിട്ടിയത് 6ാമത്തെ ഓപ്ഷനാണെന്ന് വിചാരിക്കുക. എനിക്ക് ഈ 1ാമത്തെ ഓപ്ഷൻ തന്നെ വേണം, 6ാമത്തെ ഓപ്ഷനാണ് കിട്ടിയത്. 1ാമത്തെ ഓപ്ഷനിൽ എനിക്ക് അഡ്മിഷൻ കിട്ടണമെന്ന് ആഗ്രഹമുള്ള കുട്ടിയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ 6ാമത് കിട്ടിയിട്ടുള്ള ആ സ്കൂളിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കണം. പക്ഷേ താൽക്കാലിക അഡ്മിഷൻ എടുക്കുക, അതായത് ടെമ്പററി അഡ്മിഷൻ എടുക്കുക. എന്നിട്ട് അടുത്ത അലോട്ട്മെൻറ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക, അതായത് സെക്കൻഡ് അലോട്ട്മെൻറ്റിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, വെയിറ്റ് ചെയ്യുക. നിങ്ങൾ ആ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾ അഡ്മിഷൻ എടുത്തില്ല എന്ന് വിചാരിക്കുക, ടെമ്പററി ആയിട്ട് അഡ്മിഷൻ എടുത്തി, പിന്നെ അടുത്ത അലോട്ട്മെൻറ്റിൽ നിങ്ങളെ പരിഗണിക്കില്ല. ഓക്കെ, ഇനി നിങ്ങൾക്ക് 6ാമത്തെ സ്കൂൾ ഇത് ഓക്കെയാണ്, ഇതെനിക്ക് മതി, അവിടെ ഞാൻ പഠിക്കും എന്നാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, സ്ഥിര അഡ്മിഷൻ എടുക്കുക. ഓക്കെ, അവിടെ ആയിട്ട് സ്ഥിരമായിട്ട് എന്ത് ചെയ്യുക, ഒരു അഡ്മിഷൻ എടുക്കുക. പിന്നെ നിങ്ങൾ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്ന് പിന്നെ അതിൽ നിന്ന് ഒഴിവാക്കും. പിന്നെ നിങ്ങൾക്ക് പിന്നീട് ഒരു അലോട്ട്മെൻറ്റ് നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ 6ന് താഴെയുള്ള സ്കൂളിലേക്ക് പിന്നെ പോകാൻ പറ്റില്ല. അതായത് ഇപ്പോൾ നിങ്ങൾ ടെമ്പററി അഡ്മിഷൻ എടുത്തു, 6ാമത്തെ സ്കൂൾ കിട്ടി, എനിക്ക് 1ാമതാണ് വേണ്ടത്, നിങ്ങൾക്ക് ടെമ്പററി അഡ്മിഷൻ എടുത്തിട്ട് നിങ്ങൾ എനിക്ക് പറയാൻ എനിക്ക് 7ാമതായിട്ട് കൊടുത്ത സ്കൂളാണ് വേണ്ടത്, അല്ലെങ്കിൽ 10ാമതായിട്ട് കൊടുത്ത സ്കൂളാണ് വേണ്ടത്, അത് നടക്കില്ല, മുകളിലേക്കേ വരുള്ളൂ. ഇനി നിങ്ങൾക്ക് 1ാമത്തെ തന്നെ കിട്ടി. ഓക്കെ, ഈ 1ാമത്തെ എന്താ പറയുക ഓപ്ഷനിൽ കൊടുത്തിട്ടുള്ള ആ സ്കൂൾ തന്നെ കിട്ടിയെന്ന് വിചാരിക്കുക. പിന്നെ നിങ്ങൾ അവിടെ നിർബന്ധമായിട്ട് അഡ്മിഷൻ എടുത്തേ പറ്റുള്ളൂ. താഴേക്കുള്ള ഒന്നും നിങ്ങൾക്ക് പിന്നെ വെയിറ്റ് ചെയ്തിട്ട് കാര്യമില്ല, താഴേക്ക് കൊടുക്കില്ല നമ്മൾ. കാരണം ഏറ്റവും ആദ്യത്തെ കൊടുക്കുന്ന ഏറ്റവും ഫസ്റ്റ് പ്രിയോറിറ്റിയാണ്, എനിക്ക് ആ സ്കൂളിലാണ് ആ കോഴ്സാണ് വേണ്ടത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ലിസ്റ്റിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റും സെക്കൻഡ് അലോട്ട്മെൻറ്റും വന്നിട്ടും സീറ്റ് കിട്ടാത്ത കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റുകളുള്ളത്. ഓക്കെ, സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റുകളുണ്ട്. അപ്പോൾ ആദ്യത്തെ 2 അലോട്ട്മെൻറ്റിൽ കിട്ടിയില്ലെങ്കിൽ സങ്കടപ്പെടുന്നു വേണ്ട. ഏതൊക്കെ സ്കൂളുകളിൽ എത്രയെല്ലാം സീറ്റ് ബാക്കിയുണ്ട് അതിനനുസരിച്ചുള്ള വീണ്ടും ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും. അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും നമ്മുടെ അപേക്ഷ പുനഃക്രമീകരിക്കുകയൊക്കെ ചെയ്യാം. ഓക്കെ, യെസ്. ഓക്കെ, പിന്നെ നമുക്ക് അഡ്മിഷൻ നേടാൻ വളരെ എളുപ്പത്തിൽ നേടാൻ പറ്റുന്ന ഒന്നാണ് ഈ കോട്ട അഡ്മിഷൻസ്, അതായത് സ്പോർട്സ് കോട്ട, അതുപോലെ കമ്മ്യൂണിറ്റി കോട്ടയൊക്കെ. അപ്പോൾ സ്പോർട്സിൻ്റെ സർട്ടിഫിക്കറ്റൊക്കെ ഉള്ള മക്കളാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിന് പ്രത്യേകം ക്രിയേറ്റ് കാൻഡിഡേറ്റ് ലോഗിൻ നമ്മുടെ വെബ്സൈറ്റിലേക്ക് വരും. അതൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യുക, അപേക്ഷിക്കുക. അതൊക്കെ എങ്ങനെയാണെന്നുള്ളതൊക്കെ ഷമീം സാർ പറഞ്ഞുതരും. അപ്പോൾ ഏറെക്കുറെ എന്താണ് ഈ അലോട്ട്മെൻറ്റ് എന്നുള്ള കാര്യം എല്ലാവർക്കും മനസ്സിലായില്ലേ, എന്തിനു വേണ്ടിയിട്ടാണ്, എപ്പോഴാണ്, എവിടെയാണ് എന്നുള്ള കാര്യങ്ങൾ, സ്കൂളും കോഴ്സുകളൊക്കെ മനസ്സിലായില്ലേ. അപ്പോൾ ഇതിൽ ഇനി കൂടുതൽ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, താഴെ കമൻറ്റ് ചെയ്യുക. എല്ലാ കാര്യങ്ങളും ഷമീം സാർ നിങ്ങൾക്ക് പറഞ്ഞു തരും. +1 അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ട്. ഓക്കെ, അതുകൊണ്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ആക്കി വെക്കുക. നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ അതുവരെ ടാറ്റ, ബൈ ബൈ.